ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എവർ സിൻസ്. എവർ സിൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ കണ്ടുമുട്ടിയ നാൾ മുതൽ, ഞാൻ അവളെ കണ്ട നാൾ മുതൽ എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് എവർ സിൻസ് ഉപയോഗിക്കുന്നത്. എവർ സിൻസ് വി മെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്നുവരെ. വി മെറ്റ്, മീറ്റ് എന്നാൽ കണ്ടുമുട്ടുക. എവർ സിൻസ് ഹി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ പോയ നാൾ മുതൽ ഇന്നുവരെ. അപ്പോൾ അതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. ഒരു സംഭവം നടക്കുന്നു, ആ സംഭവം കഴിഞ്ഞ് ആ ദിവസം മുതൽ ഇന്ന് വരെ. അപ്പോൾ ഒരു കാര്യം നടന്ന് ആ സംഭവം നടന്നത് മുതൽ ഇന്ന് വരെ എന്നാണ് അർത്ഥം. ഡ്യൂറിങ് ദ ഹോൾ പീരീഡ് ഓഫ് ടൈം സിൻസ് സംതിങ് ഹാപ്പൻഡ്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. ഞങ്ങൾ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെ ഗുഡ് ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണെന്ന്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നല്ല ഫ്രണ്ട്സായി തന്നെ തുടരുന്നു എന്നാണ് അതിനർത്ഥം. എവർ സിൻസ് വി മെറ്റ് വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ്. വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ്, അതാണ് അവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. വി ആർ ഗുഡ് ഫ്രണ്ട്സ് എന്നല്ല പറയേണ്ടത്. വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ് എവർ സിൻസ് വി മെറ്റ്. എവർ സിൻസ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വി മെറ്റ് എന്നാണ്. അവിടെ ഒരു പാസ്റ്റ് ടെൻസാണ്. കാരണം ഒരു സംഭവം നടന്നു, ആ സംഭവം മുതൽ ഇന്ന് വരെ എന്നാണ്. എവർ സിൻസ് വി മെറ്റ് വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ്. അതല്ലെങ്കിൽ വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ് എവർ സിൻസ് വി മെറ്റ്, അങ്ങനെയും പറയാം. ഞാൻ തിരിച്ച് എത്തിയത് മുതൽ എന്നും തിരക്കാണ്, ഇന്ന് വരെ തിരക്ക് തന്നെയാണ്. ഐ ഹാവ് ബീൻ ബിസി എവർ സിൻസ് ഐ കെയിം ബാക്ക്. ഐ കെയിം ബാക്ക്, തിരിച്ചെത്തിയത് മുതൽ ഐ ഹാവ് ബീൻ ബിസി. ഇപ്പോഴും എന്നും അന്ന് മുതൽ ഇന്ന് വരെ ബിസിയാണ്, തിരക്കാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ ബിസി എന്ന് പറയുമ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. പിന്നെ എവർ സിൻസ് ഐ കെയിം ബാക്ക്, കെയിം ബാക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് സിമ്പിൾ ടെൻസുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എവർ സിൻസ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയിരിക്കണം. പിന്നീട് അതിന് മുൻപുള്ള ക്ലോസിൽ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആയിരിക്കണം. എവർ സിൻസ് വി ഹാഡ് എ ടെറിബിൾ ഫൈറ്റ് ഐ ഹാവിൻ സീൻ ഹെർ. ഞങ്ങൾ അന്ന് ഒരു ഫൈറ്റ് ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹെർ. ഐ ഹാവിൻറ്റ് സീൻ, അവിടെയും പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. ഐ ഹാവിൻ സീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. എവർ സിൻസ് വി ഹാഡ് എ ടെറിബിൾ ഫൈറ്റ്. ഹാഡ് എന്നത് അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ ഹാസിൻറ്റ് ടച്ച്ഡ് ഹെർ ഓൾഡ് കാർ എവർ സിൻസ് ഷീ ബോട്ട് എ ന്യൂ കാർ. അവൾ ഒരു പുതിയ കാറ് വാങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അവളുടെ ഓൾഡ് കാർ, പഴയ കാർ അവൾ തൊട്ടിട്ടേയില്ല. ഷീ ഹാസിൻറ്റ് ടച്ച്ഡ് എന്നത് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അത് തേർഡ് ഫോം ഉപയോഗിക്കുന്നത്. ഷീ ഹാസിൻറ്റ് ടച്ച്ഡ് ഹെർ ഓൾഡ് കാർ എവർ സിൻസ് ഷീ ബോട്ട് എ ന്യൂ കാർ. വേറൊരു സെൻറ്റൻസ്. ഷീ ഹാസിൻറ്റ് കോൾഡ് മീ എവർ സിൻസ് ഷീ ലെഫ്റ്റ്. അവൾ പോയത് മുതൽ, അന്നു മുതൽ ഇന്ന് വരെ അവൾ എന്നെ വിളിച്ചിട്ടേയില്ല. അന്നു മുതൽ ഇന്ന് വരെ. ഹി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു വാക്ക് എവർ സിൻസ് ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അവന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് മുതൽ ഇന്ന് വരെ അവന് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹി ഹാസിൻറ്റ് ബീൻ ഏബിൾ ടു വാക്ക് എവർ സിൻസ് ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. നോക്കൂ, എവർ സിൻസ് കഴിഞ്ഞിട്ട് ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതിന് മുൻപുള്ളത് ഹി ഹാസിൻ ബീൻ ഏബിൾ ടു വാക്ക്, അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആണ്. അപ്പോൾ എവർ സിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അന്നു മുതൽ, ആ നാൾ മുതൽ ഇന്ന് വരെ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്.